ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വ്യൂസ്. നമ്മൾ സാധാരണ വാട്സപ്പിൽ നമ്മുടെ ഫ്രണ്ട്സായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പല ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്ത് ചില ഫ്രണ്ട്സിൻ്റെയൊക്കെ ചാറ്റുകൾ, ചില ആളുകളുടെ ചാറ്റുകൾ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരാറുണ്ട്. അതായത് മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിൽ നമുക്ക് വെക്കേണ്ടതായിട്ട് ആവശ്യം വരാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളത്. പക്ഷേ ഹൈഡ് ചെയ്ത് വെച്ചാൽ പോലും നമുക്ക് ഏറ്റവും ടോപ്പിൽ അത് നമ്മൾ താഴേക്ക് താത്തുന്ന സമയത്ത് അത് മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആരും കാണാത്ത രീതിയിൽ എങ്ങനെ പാസ്വേഡ് വെച്ച് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും അതെങ്ങനെ ഒഴിവാക്കുന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ അടിപൊളിയായിട്ടുള്ള ഈ വീഡിയോ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം വാട്സപ്പിൽ നമ്മുടെ ചാറ്റുകൾ, സീക്രട്ട് ആയിട്ടുള്ള ചാറ്റുകൾ എങ്ങനെയാണ് ഒളിപ്പിച്ച് വെക്കുക എന്ന് ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ നമുക്കിവിടെ കുറേ പ്രൊഫൈലുകളുണ്ട്. അതിലേതെങ്കിലും ഒരു പ്രൊഫൈൽ, ഞാൻ ഈ ഒരു പ്രൊഫൈൽ ഞാനൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുകയാണ്. അതിൻ്റെ മേലെ നിന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിൽ ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ലോക്ക് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ലോക്ക് ചാറ്റ് കൊടുക്കാം, ദെൻ കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് അവിടെ നമുക്ക് പാസ്വേഡോ അല്ലെങ്കിൽ ഫേസ് ലോക്ക് അല്ലെങ്കിൽ ഫിംഗർ ലോക്കാണ് നമ്മളോട് ചോദിക്കുക. അതായത് ആ ഒരു പ്രൊഫൈൽ ലോങ് പ്രസ് ചെയ്യുക, ലോക്ക് ചാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ എൻ്റെ തമ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ പറഞ്ഞിരിക്കുന്ന ചാറ്റ് ഹൈഡ് ആയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ലോക്ക്ഡ് ചാറ്റ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുമല്ലോ ഞാൻ എന്തോ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലോക്ക്ഡ് ചാറ്റ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഹൈഡ് ചെയ്ത് വെച്ച ചാറ്റ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ മേലെ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക, പ്രസ് ചെയ്തിട്ട് ഇവിടെ കണ്ടില്ലേ ചാറ്റ് ലോക്ക് സെറ്റിങ്സ് പറയുന്ന ഓപ്ഷൻ കാണിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ് ലോക്ക് സെറ്റിങ്സിൽ ഹൈഡ് ലോക്ക്ഡ് ചാറ്റ്സ് എന്ത് ചെയ്യുക, ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഒരു കോഡ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് കോഡ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സീക്രട്ട് കോഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് 1 2 3 4 എന്ന് ഞാനൊന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട്. ഞാനൊന്ന് 1 2 3 4 എന്ന് ഞാൻ കൊടുക്കുകയാണ്. ജസ്റ്റ് ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ചാറ്റ് ലോക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഹൈഡ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബാക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കണ്ടില്ലേ ആ ചാറ്റ് ഇവിടെ കാണാൻ തന്നെ ഇല്ല. ഇനി നമുക്കത് തിരിച്ച് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെർച്ചിൻ്റെ ഓപ്ഷൻ കാണുന്നില്ലേ മുകളിൽ, അവിടെ ഒന്ന് നമ്മുടെ ആ പാസ്വേഡ് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൊടുത്തിരിക്കുന്ന 1 2 3 4 എന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്താൽ കണ്ടില്ലേ ആ ലോക്ക്ഡ് ചാറ്റ്സ് മുകളിൽ വന്നിട്ടുണ്ട്. ദെൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്ന ആ ചാറ്റ് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്, ആ പ്രൊഫൈൽ ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ 3 ഡോട്ട്സിൽ തന്നെ നമ്മളൊന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചാറ്റ് ലോക്സിൽ ഇവിടെ കണ്ടില്ലേ ഇതൊന്ന് ഒഴിവാക്കണം. ഇനി ഇപ്പം നമുക്ക് ഇതൊന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എനേബിൾ ചെയ്ത് വെച്ച് നമ്മളൊന്ന് ഡിസേബിൾ ചെയ്ത് വെച്ചാൽ മതി. കണ്ടോ ഡിസേബിൾ ലോക്ക്ഡ് ചാറ്റ്സ് എന്താവും, ഇതോടുകൂടി അത് ഒഴിവാകും. ഇനി നമുക്ക് നോക്കാം ഇത് നമ്മുടെ ഹോം സ്ക്രീനിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. വാട്സപ്പിൻ്റെ ഹോമിൽ നമുക്ക് നോക്കി നോക്കാം ആ ഒരു പ്രൊഫൈൽ വിസിബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ബാക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ ഇവിടെ വിസിബിൾ ആയിട്ടില്ല. അപ്പോൾ വിസിബിൾ ആവാൻ എന്താ ചെയ്യുക, നമ്മളൊന്ന് ആ ലോക്ക്ഡ് ചാറ്റ്സിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് ആ പ്രൊഫൈലിൻ്റെ മേലൊന്ന് ക്ലിക്ക് ചെയ്ത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടോ അൺബ്ലോക്ക് ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ അൺബ്ലോക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ ചാറ്റ്സ് പിന്നെയും നമ്മുടെ ആ ചാറ്റ് ലിസ്റ്റിലേക്ക് തന്നെ വരും. ഇവിടെ കണ്ടില്ലേ നോ ലോക്ക്ഡ് ചാറ്റ്സ്, ഇപ്പോൾ ലോക്ക്ഡ് ചാറ്റ്സ് ഒന്നുമില്ല. കണ്ടില്ലേ ഇവിടെ ആ പ്രൊഫൈൽ ഇവിടെ വിസിബിളായി വന്നിട്ടുണ്ട്.